അസ്സലാമലൈക്കും. നമസ്കാരം. ഫുൾ കൊണ്ടോട്ടിയാണ് മക്കളെ. 2 ദിവസമായിട്ട് നല്ല മഴയല്ലേ. കൊണ്ടോട്ടിയിലെ അവസ്ഥ കേട്ടത്. തോടും പാടൊക്കെ ഏകദേശം ഒന്നായി തുടങ്ങിയിട്ടുണ്ട്. ഇന്നും കൂടെ മഴ ഒരു 2-3 മണിക്കൂറും കൂടെ പെയ്താൽ റോട്ടിലേക്കൊക്കെ വെള്ളം കയറും. ഇതാണ് അവസ്ഥ. ഇതിപ്പോൾ കോടങ്ങാട് ഭാഗത്തുള്ള കൊണ്ടോട്ടിയിലെ തോടാണ്. എന്താ പറയുക, ഈ വർഷം എനിക്ക് തോന്നുന്നു മുനിസിപ്പാലിറ്റി കൊണ്ടോട്ടി തോട്ടിലെ മണ്ണ് നീക്കിയിട്ടില്ല എന്ന്. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇത്ര പെട്ടെന്ന് നിറയേണ്ട സാഹചര്യം ഒന്നുമല്ലല്ലോ ഉണ്ടാവുക. കണ്ടോ, ഏകദേശമൊക്കെ ഇവിടൊക്കെ ഒന്നായി കഴിഞ്ഞ്, തോടും പാടും ഒന്നായി കഴിഞ്ഞു. ഇത് കോടങ്ങാട് ഭാഗം കേട്ടോ. പാടത്തൊക്കെ ഫുള്ള് വെള്ളമാണ്. ഇതാണ് അവസ്ഥ. ഇത് റോഡാണ്. വെള്ളം അവിടെ എത്തിയാണ്. ഈ കാണുന്നതാണ് വെള്ളം. നാളെ മിക്കവാറും കൊണ്ടോട്ടി റോട്ടിലൊക്കെ വെള്ളമായി കയറും. പാടൊക്കെ ഫുള്ളാണ് കേട്ടോ. കണ്ടില്ലേ എങ്ങനെ ഫുള്ളാതൊക്കെ അല്ലേ. നടുക്കണ്ടില്ല, മണ്ണ് കൂട്ടിയിട്ടാണ്. ഇപ്പോൾ പാടങ്ങളൊന്നും ഇല്ലല്ലോ. ഏതായാലും വികസനങ്ങൾ നടക്കട്ടെ. അതുകൊണ്ടാണുള്ള പാടങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോണത്. മുനിസിപ്പാലിറ്റിയൊക്കെ ചില കാര്യങ്ങൾ കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1-2 മണിക്കൂർ കൊണ്ട് മിക്കവാറും റോട്ടിലേക്ക് വെള്ളം കയറും കേട്ടോ. ഇതിൽ ഇവിടെ എത്തി. നിങ്ങളൊക്കെ നാട്ടിലെ അവസ്ഥ എന്താ? എല്ലായിടത്തും വെള്ളപ്പൊക്കമായോ? പിന്നെ കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. നീന്തറിയാത്ത കുട്ടികളൊന്നും കഴിയുന്നതും തോട്ടുക്കും ഇതൊന്നും പറഞ്ഞയക്കരുത്. മുങ്ങി മരണത്തിൽ നമ്മളെ മലപ്പുറം ജില്ലയാണ് 1-ാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളിപ്പോഴത്തെ തലമുറക്ക് നീന്തറിയില്ല എന്നുള്ളതാണ്. നമ്മൾ ആരും പഠിപ്പിച്ചു കൊടുക്കണില്ല. കുട്ടികളൊക്കെ ആയം കുറഞ്ഞ ഒലിവില്ലാത്ത കുളത്തിലും തോട്ടിലും ഒക്കെ കൊണ്ടുപോയിട്ട് നീന്തം പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷേ ഇതുപോലത്തെ തോട്ടിലൊന്നും കൊണ്ടുപോയിടരുത് കേട്ടോ. കുട്ടികളെ ഞാൻ വീണ്ടും പറയുകയാണ്, കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കണം എല്ലാവരും. തോടൊക്കെ നല്ല ശക്തമായിട്ടുള്ള ഒഴുക്കന്നുണ്ട്. ഏതായാലും എല്ലാവരും പഠിച്ചോ കാക്കട്ടെ. തോടും പാടൊക്കെ ഏകദേശം ഈ ഭാഗം കണ്ടില്ലേ, നേരത്തെ കാണിച്ചതില്ലേ, കണ്ടോ ഇവിടെയൊക്കെ വെള്ളം കയറി. ഇതിപ്പം വൈകാതെ തന്നെ കയറും ഇങ്ങനെ മഴ പെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഓക്കെ, ആർക്കും ഒരു അപകടങ്ങളൊന്നും വരാതിരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്താളി. കൂട്ടത്തിൽ നമ്മളെ പേജൊന്ന് ഫോളോ ചെയ്തിട്ടാളി.